ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ നിന്നുള്ള വിമാനങ്ങളിലെ ടിക്കറ്റ് നിരക്കിൽ വലിയ ഇടിവ്. 12 വർഷത്തിനിടെ യുഎഇയിലെ ശരാശരി വിമാന ടിക്കറ്റ് നിരക്കുകൾ 35% കുറഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടന അറിയിച്ചത്. പുതിയ കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനികളുടെ ആരംഭവും വിമാനയാത്രയ്ക്കുള്ള ആവശ്യകത വർദ്ധിച്ചു വരുന്നതിനോടൊപ്പം വർദ്ധിച്ചു വരുന്ന മത്സരവും കാരണമാണ് ടിക്കറ്റ് നിരക്കിൽ ഇടിവുണ്ടായത്. കഴിഞ്ഞ 50 വർഷത്തിനിടെ ആഗോളതലത്തിൽ വിമാനയാത്രാ ചെലവ് 70% കുറഞ്ഞു. ഇത് വ്യോമഗതാഗതം കൂടുതൽ പ്രാപ്യമാക്കി. 2011 2023 ഇടയിൽ യുഎഇയിലെ ശരാശരി യഥാർത്ഥ വിമാന ടിക്കറ്റ് നിരക്ക് 35% കുറഞ്ഞത്. ആഗോള വ്യോമയാന സംഘടന ബുധനാഴ്ച പുറത്തിറക്കിയ ഒരു ഗവേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രാദേശിക വിദേശ വിമാന കമ്പനികൾ തമ്മിലുള്ള ശക്തമായ മത്സരം വർഷങ്ങളായി വിമാന നിരക്കുകൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. എയർ അറേബ്യ, അബുദാബി, വിസ് എയർ അബുദാബി തുടങ്ങിയ നിരവധി പുതിയ വിമാന കമ്പനികൾ യുഎഇയിൽ ആരംഭിച്ചിട്ടുണ്ട്. വിപണിയിലെ മുൻനിരയിലുള്ള എമിറേറ്റ്സ്, എത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് എന്നിവ ഇതിനോടകം ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ വൈവിധ്യങ്ങളായ ഓപ്ഷനുകളുള്ളത് യാത്രക്കാർക്കും പ്രയോജനകരമാണ്. ആഗോളതലത്തിൽ ഏറ്റവും മികച്ച വ്യോമഗതാഗത സംവിധാനമാണ് യുഎഇയിലുള്ളത്. വാണിജ്യ ഷെഡ്യൂൾഡ് വിമാനങ്ങളുള്ള 7 വിമാനത്താവളങ്ങൾ, നേരിട്ട് ബന്ധിപ്പിച്ച 304 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, നേരിട്ടുള്ള വിമാനങ്ങൾ വഴി ബന്ധിപ്പിച്ച 109 രാജ്യങ്ങൾ, 857 ഔട്ട്ബൗണ്ട് ദൈനംദിന വിമാനങ്ങൾ, 126 എയർലൈനുകൾ എന്നിവ യുഎഇയുടെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പ്രാദേശിക വിദേശ വിമാന കമ്പനികൾ ഏകദേശം 162 പുതിയ അന്താരാഷ്ട്ര റൂട്ടുകൾ കൂട്ടിച്ചേർത്തു. ആഗോള കണക്ടിവിറ്റിക്ക് യുഎഇ ഒരു നിർണായക കേന്ദ്രമാണ്. വ്യാപാരം, ടൂറിസം, നിക്ഷേപം, തൊഴിലുകൾ എന്നിവ യുഎഇയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ സൂപ്പർ കണക്ടർ റോളിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. വ്യോമയാനത്തിനായുള്ള തന്ത്രപരമായ കാഴ്ചപ്പാടാണ് യുഎഇയുടെ നേതൃത്വത്തിനുള്ളത്. യുഎഇയിൽ നിയമങ്ങൾ ഉണ്ടാക്കാനും നിരീക്ഷിക്കാനും എഐ ഉപയോഗിക്കാൻ പോകുന്നു. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പുതിയ നിയമനിർമ്മാണ സംവിധാനം വേഗത്തിലും കൃത്യതയോടെയും ഉണ്ടാക്കാൻ ഇനി മുതൽ എഐയുടെ സഹായം തേടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ അറിയിച്ചു. പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി യുഎഇ ക്യാബിനറ്റ് ഒരു പുതിയ റെഗുലേറ്ററി ഇന്റലിജൻസ് ഓഫീസ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഓഫീസ് എല്ലാ ഫെഡറൽ, ലോക്കൽ നിയമങ്ങളെയും ഒരുമിപ്പിച്ച് ഒരു നിയമഭൂപടം ഉണ്ടാക്കും. ഇത് എഐ ഉപയോഗിച്ച് കോടതി വിധികൾ, എക്സിക്യൂട്ടീവ് നടപടിക്രമങ്ങൾ, പൊതു സേവനങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കും. അതേസമയം യുഎഇയിൽ നിയമനിർമ്മാണത്തിന് എഐ ഉപയോഗിക്കുന്നത് പ്രവാസികളെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ എഐയുടെ ഉപയോഗം യുഎഇയിലെ നിയമവ്യവസ്ഥയിൽ ചില സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ഇതിൽ പരോക്ഷമായി പ്രവാസികളെ ബാധിച്ചേക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. എഐയുടെ ഉപയോഗം വിസ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കിയേക്കാം. ഇത് പ്രവാസികൾക്ക് വിസ ലഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ലളിതമാക്കുകയും ചെയ്യും. എഐ ഉപയോഗിച്ച് തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും. ഇത് തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായകമാകും. എഐയുടെ ഉപയോഗം ക്രിമിനൽ കേസുകൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് സഹായിക്കും. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പ്രവാസികൾക്ക് നീതി ലഭിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യും. എഐ ഉപയോഗിച്ച് പൊതുസേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താം. ഇത് പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് സഹായകമാകും. എങ്കിലും എഐയുടെ ഉപയോഗം ചില വെല്ലുവിളികൾ ഉയർത്താനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, എഐയുടെ ദുരുപയോഗം വ്യക്തികളുടെ സ്വകാര്യതയെയും സുരക്ഷയെയും ബാധിച്ചേക്കാം. അതിനാൽ എഐയുടെ ഉപയോഗം സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമാക്കാൻ യുഎഇ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടൽ വഴി കടത്താൻ ശ്രമിച്ച മയക്കുമരുന്നുമായി 3 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒമാൻ തീരത്ത് കോസ്റ്റ് ഗാർഡ് പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് ബോട്ടിൽ നിന്നും 180 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. ക്രിസ്റ്റൽ മെത്ത്, ഹാഷിഷ്, കഞ്ചാവ് തുടങ്ങിയവയാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 ഇറാനിയൻ പൗരന്മാരെയും ഒരു പാകിസ്ഥാനി പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അധികൃതർ വ്യക്തമാക്കി.
വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർ വിലായത്തിൽ താമസ കെട്ടിടത്തിൽ തീപിടുത്തം. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതേസമയം നിരവധി വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. വലിയ നാശനഷ്ടവും കണക്കാക്കുന്നു. മുൻകരുതൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിൻ്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതിൻ്റെയും ഫലമായുണ്ടാകുന്ന തീപിടുത്തങ്ങൾ ജീവഹാനിയിൽ വരെ ചെന്നെത്തുമെന്നും അശ്രദ്ധയുടെ പരിണിത ഫലമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിത്തീരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ തീപിടുത്തങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്ത സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും നിരന്തരമായി ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകാറുണ്ട്. എങ്കിലും ഇവയെ ഗൗനിക്കാതെ വരുമ്പോഴുണ്ടാകുന്നത് വലിയ ദുരന്തങ്ങളാണ്. വടക്കേ മലബാറുകാർക്ക് ആശ്വാസമായി ഈ മാസം 20-ന് ആരംഭിക്കാനിരിക്കുന്ന ഇൻഡിഗോ മസ്കറ്റ് കണ്ണൂർ വിമാന സർവീസ് വൈകും. അടുത്ത മാസം 15-ന് ശേഷമാകും സർവീസ് ആരംഭിക്കുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എയർലൈൻ അധികൃതർ ഔദ്യോഗികമായി കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാലാണ് സർവീസ് ആരംഭിക്കുന്നത് വൈകുന്നതെന്നാണ് ട്രാവൽ ഏജന്റുമാരെ അറിയിച്ചിരിക്കുന്നത്. മെയ് 15-ന് മുമ്പുള്ള തീയതികളിൽ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. സീസൺ അല്ലാത്തതിനാൽ തന്നെ ഈ മാസം യാത്രക്കാർ കുറവായത് കാരണമായിരിക്കും സർവീസ് ആരംഭിക്കാൻ വൈകുന്നതെന്നും ട്രാവൽ ഏജന്റുമാർ അഭിപ്രായപ്പെട്ടു. അതേസമയം മെയ് 15-ന് ശേഷം കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്ക് 38 റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് 49 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. മെയ് അവസാന വാരവും ജൂൺ ആദ്യ വാരത്തിലുമായി വേനൽ അവധിക്കാലം ആരംഭിക്കുന്നതിനാൽ നിരക്ക് കുത്തനെ ഉയരാനും സാധ്യത ഏറെയാണ്. ആഴ്ചയിൽ 3 സർവീസുകളാണ് മസ്കറ്റിനും കണ്ണൂരിനും ഇടയിൽ ഇൻഡിഗോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഇരു സെക്ടറുകൾക്കുമിടയിലുള്ള സർവീസ് നടത്തുക. മസ്കറ്റിൽ നിന്നും പുലർച്ചെ 3:35-ന് പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം രാവിലെ 8:30-ന് കണ്ണൂരിലെത്തും. കണ്ണൂരിൽ നിന്നും രാത്രി 12:40-ന് പുറപ്പെട്ട് ഒമാൻ സമയം പുലർച്ചെ 2:30-ന് മസ്കറ്റിലെത്തും. ഒമാനിൽ നിന്നും കണ്ണൂർ സെക്ടറിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കണമെന്ന് ദീർഘനാളായി പ്രവാസികൾ ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ആഴ്ചയിൽ 3 സർവീസുകൾ മാത്രമാണെങ്കിലും ഇൻഡിഗോയുടെ വരവ് ആശ്വാസമാകും. ബജറ്റ് വിമാനമാണ് സർവീസിന് എത്തുന്നത് എന്നതും ആശ്വാസകരമാണ്. കോഴിക്കോടും മംഗലാപുരവും വിമാനയാത്രക്കായി ആശ്രയിച്ചിരുന്ന പ്രവാസികളായ ഉത്തര മലബാറുകാർ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ആഗമനം നിറഞ്ഞ പ്രതീക്ഷയോടെയും വലിയ സന്തോഷത്തോടെയുമാണ് വരവേറ്റത്. തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച വിമാനത്താവളം നാളുകൾ കഴിഞ്ഞതോടെ പിന്നോക്കം പോയി. കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾക്കും രാജ്യാന്തര സർവീസിന് അനുമതി ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പല വിമാന കമ്പനികളും കണ്ണൂരിലെത്തിയില്ല. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആകാശയാത്ര ബുദ്ധിമുട്ടിലായി. കണ്ണൂർ ജില്ലയ്ക്കും കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും പ്രയോജനകരമായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കൂർഗ്, മൈസൂർ, മംഗലാപുരം എന്നിവിടങ്ങളിലെ യാത്രക്കാരുടെ പകരം എയർപോർട്ട് കൂടിയാണ്.